പാർട്ടിക്ക് തന്നെ വേണ്ടെങ്കിൽ മുന്നിൽ വേറെ വഴികളുണ്ടെന്ന് ശശി തരൂർ. പരിശ്രമിച്ചില്ലെങ്കിൽ കോൺഗ്രസ് മൂന്നാം തവണയും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ്. കേരളത്തിലെ കോൺഗ്രസിൽ നേതൃത്വ ദാരിദ്ര്യമെന്നും ഇംഗ്ലീഷ് മാധ്യമത്തോട് തരൂർ അതിരുവിട്ടു പോകരുത് എന്നും ആഗ്രഹമുണ്ടെന്നും ഇനിയും തിരുത്താൻ സമയമുണ്ടെന്നും കെ സുധാകരൻ. പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിച്ച് തരൂരിനെ ഒപ്പം നിർത്തണമെന്ന് കെ മുരളീധരൻ. LDF-ഉം CPIM-ഉം പറയുന്ന കാര്യമാണ് തരൂർ പറഞ്ഞതെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. കൊല്ലം കുണ്ടറയിൽ റെയിൽവേ പാളത്തിൽ ടെലിഫോൺ പോസ്റ്റ് വെച്ചവരെ ചോദ്യം ചെയ്ത് കേന്ദ്ര ഇന്റലിജൻസും NIA-യും. ട്രെയിൻ അട്ടിമറിക്കുകയായിരുന്നു ലക്ഷ്യമെന്ന് പ്രതികൾ സമ്മതിച്ചതായി സൂചന. പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. വിശദമായ അന്വേഷണത്തിനൊരുങ്ങി കേന്ദ്ര ഏജൻസികൾ. എറണാകുളത്ത് കോൺഗ്രസ് നേതാവിനെതിരെ ലൈംഗിക പീഡന പരാതിയുമായി യുവതി. ആരോപണം തൃക്കാക്കര ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അലി ഷാനക്കെതിരെ. പോലീസ് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് യുവതി കേരള വിഷൻ ന്യൂസിനോട്. മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധം കടുപ്പിച്ച് ദുരന്തബാധിതർ. ദുരന്തഭൂമിയിൽ കുടിൽ കെട്ടിയും കഞ്ഞി വെച്ചും പ്രതിഷേധം. ബേലി പാലത്തിൽ പ്രതിഷേധക്കാരെ തടഞ്ഞ് പോലീസ്. പുനരധിവാസത്തിനുള്ള രണ്ടാം ഘട്ട കരട് പട്ടിക പുറത്തുവിട്ട് സർക്കാർ. സാധ്യമായ എല്ലാ സഹായവും നൽകാനാണ് സർക്കാർ ശ്രമമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. സംസ്ഥാനത്ത് ഇന്ന് അരുംകൊലകളുടെ ഞായറാഴ്ച. തിരുവനന്തപുരം വട്ടപ്പാറയിൽ ഭാര്യയെ കൊലപ്പെടുത്തി ഭർത്താവ് ജീവനൊടുക്കി. മരിച്ചത് കുറ്റ്യാനി സ്വദേശി ബാലചന്ദ്രൻ, ഭാര്യ ജയലക്ഷ്മി എന്നിവർ. ജയലക്ഷ്മിയെ കഴുത്തറുത്ത് കൊന്ന ശേഷം ബാലചന്ദ്രൻ തൂങ്ങി മരിക്കുകയായിരുന്നുവെന്ന് പോലീസ്. തിരുവനന്തപുരം നഗരൂരിൽ മിസോറാം സ്വദേശിയായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി സഹപാഠിയുടെ കുത്തേറ്റ് മരിച്ചു. ആലപ്പുഴ ചെങ്ങന്നൂരിൽ മദ്യപാനത്തിനിടെയുള്ള തർക്കത്തിൽ സഹോദരനെ കൊലപ്പെടുത്തി. പാലക്കാട് അട്ടപ്പാടി അരളിക്കോണത്ത് അമ്മയെ മകൻ തലക്കടിച്ച് കൊലപ്പെടുത്തി. ഡൽഹി നിയമസഭയിൽ പ്രതിപക്ഷത്തെ അതിഷി മർലേന നയിക്കും. ഡൽഹിയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തെത്തുന്ന ആദ്യ വനിത. തീരുമാനം AAP MLA-മാരുടെ യോഗത്തിൽ. തന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന് നന്ദി പറഞ്ഞ് അതിഷി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നില ഗുരുതരമായി തുടരുന്നു. ശ്വാസതടസ്സമുണ്ടായെന്നും കൂടുതൽ ക്ഷീണിതനാണെന്നും ഡോക്ടർമാർ. സ്ഥിതി ഇന്നലത്തേതിനും ഗുരുതരമെന്നും അപകടനില തരണം ചെയ്തിട്ടില്ലെന്നും മെഡിക്കൽ ബുള്ളറ്റിൻ. പ്രാർത്ഥനയോടെ വിശ്വാസികൾ. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ടോസ് നേടിയ പാകിസ്ഥാൻ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ആദ്യ വിക്കറ്റിൽ ബാബർ അസമിനെ തിരിച്ചയച്ച് ഹർദിക് പാണ്ഡ്യ. ഇന്ത്യൻ ടീം ഇറങ്ങിയത് മാറ്റങ്ങളൊന്നുമില്ലാതെ.